നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സേന ആക്രമണം രൂക്ഷമാക്കിയതിനെ തുടർന്ന് ഗാസയിൽ നിന്ന് കൂട്ടപലായനം തുടങ്ങിക്കഴിഞ്ഞു. നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ ടാങ്കുകൾ കടന്നു കയറി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യോമാക്രമണവും രൂക്ഷമായി തുടരുന്നു. നേരത്തെ തന്നെ ഭവനരഹിതരായി താൽക്കാലിക ടെൻറ്റുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും കഴിഞ്ഞിരുന്ന 1.5 ലക്ഷത്തോളം പലസ്തീൻകാർ തീമഴയിൽ നിന്ന് രക്ഷ തേടി അതിർത്തിയിലേക്ക് നീങ്ങുന്നതായി UN ഓഫീസ് അറിയിക്കുന്നു. ഈജിപ്ത് അതിർത്തി അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ 210 പേർ കൂടി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടികളിൽ മരിച്ചവരുടെ എണ്ണം 21,320 55,603 പേർക്ക് പരിക്കേറ്റു. 7 ലക്ഷത്തിലേറെ പേരാണ് ഇപ്പോൾ അഭയാർത്ഥികളായിട്ടുള്ളത്. മധ്യ ദക്ഷിണ ഗാസയിലാണ് അതിരൂക്ഷമായ ആക്രമണം. ദക്ഷിണ ഗാസയിലെ കാൻ യൂനസ് സിറ്റിയിൽ ഇടവേളയില്ലാതെ ആക്രമണം തുടരുകയാണ്. ഇവിടെ ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റു. 4 ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ടാങ്കുകൾ തീതുപ്പി മുന്നേറാൻ തുടങ്ങിയതോടെ ന്യൂസിറത്ത്, ബൂറേജ്, മഗാസി ജില്ലകളിൽ നിന്ന് ജനം കൂട്ടമായിട്ട് പലായനം ചെയ്യുകയാണ്. ജനം ഒഴിഞ്ഞുപോയി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് അറുതി വരുത്താൻ ഈജിപ്ത് മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ശ്രമം എങ്ങും എത്താതെ പോയി. ഈജിപ്തിൻ്റെ നിർദ്ദേശങ്ങളോടെ പ്രതികരിക്കാൻ ഹമാസോ ഇസ്രായേലോ തയ്യാറായില്ലെന്ന് ഈജിപ്ത് അറിയിച്ചു. ഹമാസ് തടവിലാക്കിയ 129 ബന്ദികളെ കൂടി വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ്. ഇതേസമയം ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ചെറുക്കുന്നതിനുള്ള ദൗത്യസേനയിൽ ചേരാൻ US-ന്റെ സഖ്യകക്ഷികൾ മടിച്ചു നിൽക്കുന്നതായും റിപ്പോർട്ടുണ്ട്. സിറിയയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ ജനറൽ മുസാവിയുടെ സംസ്കാരം ടെഹ്റാനിൽ നടന്നു. മുസാവിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്.